ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും മാരേജ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്വാളിറ്റീസ് ആവശ്യമാണ് അല്ലേ. അതായത് കുറച്ച് കാര്യങ്ങൾ അതിൽ നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു നല്ല റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 5 പോയിന്റ്സ് പറയുന്നുണ്ട്. ഈ 5 വേണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല, എങ്കിലും അതിലൊരു 3 4 എങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ സൈനുകൾ എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവർ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പറയാതെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളൊന്നും പറയാതെ ആണ് പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവരെ അറിയിച്ചില്ല, ഇനിയിപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു, അത് അവരോട് പറഞ്ഞില്ല. പിന്നീട് ഈ ഒരു കാര്യം അറിയുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുക, ചീത്ത പറയുക, ഇങ്ങനെയൊന്നും അവർ ചെയ്യണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പറയാതെ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ വേദനിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് അവർ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു നല്ല റിലേഷൻഷിപ്പാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് അവർ തരുന്നത് നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഹാപ്പി ആവുന്ന കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക. അത് നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് കാണാറില്ല, നമ്മൾ പറയാതെ എന്തെങ്കിലും ചെയ്താലും അതിനൊരു പ്രശ്നമായിട്ട് അവർ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. സോ ഇത് ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും അടിത്തറയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിക്കണം, നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് മിക്ക റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ വരുന്നത്. കാരണം നമ്മൾക്ക് വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അവരുമായിട്ട് സംസാരിച്ചിരിക്കണം, കുറച്ച് സമയം സംസാരിക്കണം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് അവർ കേട്ടിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇത് വരാതെ ഇരിക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു സംഭവം റിലേഷൻഷിപ്പിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് മിക്ക ഇതിലും പ്രശ്നങ്ങൾ അധികമായിട്ട് വരാറുള്ളത്. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്ന സമയങ്ങളിലൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാ സമയം സംസാരിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല, അതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റെങ്കിലും, കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ സംസാരിക്കണം എന്നുള്ളതാണ്. ആ 10 മിനിറ്റിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുകയും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ കേൾക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എത്ര മോശമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് തുറന്ന് പറയാനായിട്ട് അവരോട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനുള്ള ഒരു ഫ്രീഡം ഒക്കെ ഉണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. അപ്പോൾ അത്തരത്തിലൊരു നല്ല കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നല്ല റിലേഷൻഷിപ്പിന്റെ സൈനായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു അത്യാവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എംപതിയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ്, ഇതന്നെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത് അവരോട് പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെടുക, നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവരോട് ദേഷ്യപ്പെടുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ സാധാരണ ഉള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, പ്രത്യേകിച്ച് ഇപ്പം നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരാളാണ് അവരെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുക, തിരിച്ചവർ ദേഷ്യപ്പെടും. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചവർ ചിലപ്പോൾ നല്ല ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളെ നന്നായി മനസ്സിലാക്കിയ ഒരു പേഴ്സണാണ് അവരെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവിടെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ച് അവരിങ്ങോട്ട് ദേഷ്യപ്പെടുക അല്ല ചെയ്യുന്നുണ്ടാവുക, അവരത് ആലോചിച്ച് ചിലപ്പോൾ ഒന്ന് സൈലന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യം മാറട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കും. ഇങ്ങോട്ട് നിങ്ങളെ ഒന്നും പറയില്ല എന്നുള്ളതാണ്. നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും, നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ എംപതി അവരുടെ ഭാഗത്ത് കാണുന്നുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പിന് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പിന്റെ ഒരു സൈനായിട്ട് നമുക്ക് ആ ഒരു കാര്യത്തെ എടുക്കാം. നമ്മുടെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഒരുപാട് നിങ്ങൾ സേഫ് ആയിരിക്കും അവരുടെ കൂടെ ഇരിക്കുമ്പോൾ. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോഴും സേഫ് ആയിരിക്കുക എപ്പോഴാണ്, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഫീൽ ചെയ്യുന്ന ഒരു സമയത്താണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഇരിക്കുമ്പോഴാണ്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ അച്ഛൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏട്ടൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സേഫ് ആയിരിക്കില്ലേ, പെൺകുട്ടികളെ സംബന്ധിച്ച്. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അവർക്ക് കൂടുതൽ സേഫ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ നന്നായി കെയർ ചെയ്യുന്ന ആളുകളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര സേഫ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുള്ള അത്രയും സമയം ഞാൻ വളരെ ഹാപ്പി ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയും വാല്യൂ തരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കെയർ
ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരുടെ പ്രസൻസ് ഇഷ്ടപ്പെടുന്നത്. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അത്രയും സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു കാര്യമാണ്. നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ, ഹാപ്പി റിലേഷൻഷിപ്പിൻ്റെ ഒരു സൈൻ തന്നെയാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ വാലിഡേഷൻ ആണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അവർ വാല്യൂ തരും എന്നുള്ളത്. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതായത് നമുക്ക് എവിടെന്നെങ്കിലും ഒരു വാല്യൂ കിട്ടുന്നില്ല, എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു വിലയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. കാരണം അവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നാണ്. അവർ നമ്മളെ പ്രത്യേകിച്ച് പരിഗണിക്കുന്നില്ല, ഇപ്പോഴും അവഗണിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു വിലയും തരാത്ത പോലെ ഇപ്പോഴും ബിഹേവ് ചെയ്യാണ്, ബഹുമാനമില്ലാതെ പെരുമാറുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മളെ ഒരു വാല്യൂ മീൻസ് നമുക്ക് അവർ വാല്യൂ തരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ തരുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും അതിനെ നിങ്ങളെ ഇപ്പോൾ റെസ്പെക്ട് ചെയ്യുകയും അതിന് താങ്ക്സ് പറയും ഒക്കെ അവർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ അഭിനന്ദിക്കുന്നുണ്ടാവും. ഇങ്ങനെ നിങ്ങൾക്ക് അത്രയും വാല്യൂ തരുന്ന ഒരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ അത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈൻ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇത്രയും നല്ല ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ഞാനത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പിൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഈ പറഞ്ഞതിൽ എല്ലാം ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നില്ല. കാരണം ഇതിപ്പോൾ ഞാൻ ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്, കോമൺ ആയിട്ട് എല്ലാ ആളുകളിലും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എല്ലാ ആളുകളിലും ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് എല്ലാവരുടെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പൊ ചിലരെന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലായിരിക്കും പെരുമാറുന്നുണ്ടാവുക. അപ്പൊ അവരിൽ ഈ പറഞ്ഞ എല്ലാം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ചിലപ്പോൾ 1-2 കുറവുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവരുടെ ലവ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും ഒക്കെ അറിയാനായിട്ട് കഴിയും. അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഹാപ്പിയാണോ ഹെൽത്തി ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതെല്ലാം ഉണ്ടായിരിക്കണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളുടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആവുള്ളൂ എന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കരുത്. ഇതിൽ ഒരു 3-4 കാര്യങ്ങൾ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു ഹാപ്പി ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്, അതുകൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്